ദേ ഇവിടെ ഇരിക്ക്. ബെഡിലായിരുത്തി അവൻ നിലത്തായി മുട്ടുകുത്തിയിരുന്നു. ഒരു ഗ്ലാസ് പീസ് കാലിൽ കുത്തി കയറി ഇരിപ്പുണ്ട്. ഡെന്നിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഷോ, ഞാൻ കാരണം. തല ഉയർത്തി അവളെ നോക്കി. അനി, ഒരു ചെറിയ പീസ് കാലിൽ. അയ്യോ! പെട്ടെന്ന് അവൾ കാൽ പിന്നിലേക്ക് വലിച്ചു. ഏയ്, പതിയെ എടുക്കൂ, ഞാൻ വേദനിപ്പിക്കില്ല, സത്യം. വേണ്ട, ഞാൻ എടുത്തോളാം. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടച്ചു പറയുമ്പോൾ ഡെന്നിയുടെ നോട്ടം അവളുടെ വിറയ്ക്കുന്ന അധരത്തിലും നാസിക തുമ്പിലുമായി ഉടക്കി. പ്ലീസ് ആനി. പ്രണയത്തോടെയുള്ള സ്വരം. അവൻ്റെ കൈ കാൽപാദത്തെ മൃദുവായി തഴുകുന്നുണ്ട്. അറിയാതെ ആ മുഖത്തേക്ക് മിഴികൾ ഉറപ്പിച്ച് മൗനമായിരുന്ന സമയം കാലിൽ തറച്ച ഗ്ലാസ് പീസ് ഇളക്കി മാറ്റി. വേദനയോടെ അവളൊന്ന് മൂളി. കഴിഞ്ഞു, ഇത്രയുള്ളൂ. അവൻ പതിയെ എഴുന്നേറ്റു. ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വരാം, ഇവിടെ ഇരിക്ക്. വേണ്ട, ഞാൻ പോവാ. റൂമിൽ പോയി ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചോളാം. അത് പറ്റില്ല. അവൻ കബോർഡ് തുറക്കുമ്പോൾ നിഷയുടെ കണ്ണുകൾ ആ റൂമിലൊന്നാകെ പരതി നടന്നു. ഫോൺ ചിന്നി ചിതറി കിടപ്പുണ്ട്. ഫ്ലവർ വേസും മിററുമെല്ലാം പൊട്ടി. വൈറ്റ് ഷർട്ട് റൂമിൻ്റെ ഒരു സൈഡിലായി കിടക്കുന്നു. കർത്താവേ, ഈ റൂം ഇങ്ങനെ. എരിവ് വലിച്ചുകൊണ്ട് വേദനയോടെ തല താഴ്ത്തി. ഡെന്നി കാലിൽ മരുന്ന് വെച്ചു. ചെറിയ വേദന കാണും, പതിയെ മാറും കേട്ടോ. ഒരു സ്റ്റിച്ച് ഇടേണ്ടി വരും. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട, മരുന്ന് വെച്ചാൽ മാറും. വേദനയോടെ ചുണ്ട് കടിച്ചു പിടിച്ചു. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഓയിൽമെന്റ് പുരട്ടുമ്പോൾ ഡെന്നിയുടെ തോളിൽ മുറുകെ പിടിച്ചു. ഡോക്ടറെ വിക്കലോടെ വിളിച്ചു. ഒരലർച്ച. നിഷയൊന്ന് ഞെട്ടി. ദേഷ്യത്തോടെ തോളിലിരുന്ന കയ്യെ കുടഞ്ഞു മാറ്റി. രണ്ട് കൈയും വെച്ചും തലമുടിയിൽ അമർത്തി പിടിക്കുന്നവനെ പേടിയോടെ നോക്കുമ്പോൾ ശരീരം പൂക്കുല പോലെ വിറച്ചിരുന്നു. ഡോക്ടറെ വീണ്ടും വിളിച്ചു. ആരാടി നിന്റെ ഡോക്ടർ? അവനാരാ? ഉച്ചത്തിലുള്ള ശബ്ദം. വലിഞ്ഞു മുറുകിയ മുഖം. നിഷയുടെ ശരീരം തണുത്ത് തളർന്നു. ബൺ ചെയ്ത മുടിയെ വലിച്ചിളക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കർത്താവേ, ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും കടുത്തതാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ എന്നെ കൊല്ലുവോ? മുന്നിൽ നിൽക്കുന്നവൻ്റെ രൂപം. ബെഡിലിരുന്നവൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. എനിക്ക് പേടിയാവുക. കരച്ചിലിൻ്റെ ബക്കോളം എത്തിയ സ്വരം ചെവിക്കുള്ളിൽ അലയടിച്ച് ഉയരുന്ന നിമിഷം അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. ദേഷ്യം സ്വയം നിയന്ത്രിച്ച് കണ്ണുകൾ വലിച്ചു തുറന്നു. നിഷ കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ! അവൻ ധൃതിയിൽ ഡോർ ഭാഗത്തേക്ക് ഓടി. ശബ്ദമുണ്ടാക്കാതെ ലോക്കിട്ടു. തിരിഞ്ഞു നോക്കി. ഞാനായി അതിനെ വേദനിപ്പിക്കുക. തലയിൽ ശക്തിയിൽ തട്ടി. മുടിയെ ഒതുക്കി വെച്ചു. അനി മോളെ. അടുത്തായിരുന്ന് തോളിൽ തട്ടി. ഞെട്ടലോടെ അവൾ ബെഡിൻ്റെ മൂലയിലേക്ക് പതുങ്ങിക്കൂടി. വേണ്ടാട്ടോ, എനിക്ക് പേടിയാവുക. അവനിൽ ആ നേരം ഒരു ചിരി നിറഞ്ഞു. എന്നെ നോക്കിയേ പ്ലീസ്. പേടിക്കണ്ട, ഇനി ദേഷ്യപ്പെടില്ല. ശാന്തമായ ശബ്ദം. കാൽമുട്ടിൽ പൂഴ്ത്തിയ മുഖം ഉയർത്തി. പേടിച്ചോ എൻ്റെ ആനി? ഓ സാരമില്ല, ഇനി ആവർത്തിക്കില്ല. അവളിലേക്ക് ചേർന്ന് ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു. തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. നിഷയൊന്ന് കുതറി മാറി. ആനി. കടുപ്പത്തിലുള്ള സ്വരം. വിങ്ങലോടെ ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു. പ്ലീസ് ഡോക്ടറെ, ഞാൻ പോയിക്കോട്ടെ. കരയുന്നുണ്ട്. ആനി, എന്താടോ എന്നോടിങ്ങനെ? അവൾ തല പതിയെ ഉയർത്തി സംശയത്തോടെ നോക്കി. ഈ ഡോക്ടറെ വിളി, എനിക്ക് പറ്റില്ല. അവൻ്റെ കൈ അയഞ്ഞതും പിടപ്പോടെ അകന്നു മാറി. പിന്നെ എന്താ വിളിക്കേണ്ടേ? പറഞ്ഞോ, ഞാൻ വിളിക്കാം. വിളിക്കോ? അവൻ സർവ്വതും മറന്ന് ആ തിളങ്ങുന്ന കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവൾ ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങി. എങ്ങനെയും രക്ഷപ്പെടണം. ഇനി ഞാൻ ഈ റൂമിലേക്ക് വരില്ല. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും വലം കൈയിൽ മുറുകെ പിടിച്ചു വലിച്ചു. കർത്താവേ! പേടിയോടെ ഉറക്കെ വിളിച്ചു. ഇരു കൈയും കൊണ്ടും അവളെ ചുറ്റി പിടിച്ചു. ആനി, ഇനി നിനക്ക് പോകാനാവില്ല. ഡെന്നിക്ക് ഈ പെണ്ണില്ലാതെ വയ്യ. വിറയലോടെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ പോവാ. നോട്ടം ഡോർ ഭാഗത്തേക്ക് നീണ്ടു. കൂടെ കൂട്ടട്ടെ ഇച്ചായൻ്റെ പെണ്ണായി. നിഷയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. കണ്ണുകൾ അടയ്ക്കാൻ പോലും മറന്നു പോയതുപോലെ. അവളെ ചുവരോട് ചേർത്ത് നിർത്തുമ്പോൾ ശില പോലെ നിന്നു. എന്തേ, ഇഷ്ടമല്ലേ എന്നെ? അവൾ തല താഴ്ത്തി പിടിച്ചു.
അവൻ്റെ മുഖം ചുളിഞ്ഞു. ദേഷ്യത്തോടെ ശരീരം വിറയ്ക്കുമ്പോൾ കൈകൾ പിന്നിൽ കൂട്ടിക്കെട്ടി. അനി പറയ്, അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ? താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. ഇച്ചായൻ പാവമല്ലേ പെണ്ണെ? നിഷ വായും പൊളിച്ച് അവനെ ഒന്നാകെ നോക്കി. വിടർന്നു കിടക്കുന്ന മുടി, ചുവന്ന് കലങ്ങിയ കണ്ണുകൾ, മുന്നിൽ നിൽക്കുന്നവൻ്റെ കോലം. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ അറിയാതൊരു ചിരി നിറഞ്ഞു. അവൻ്റെ വിരലുകൾ കൺപോളെ തഴുകി. എന്തേ, പാവമല്ലെന്നാണോ? പതിയെ ശാന്തമായിരുന്നു ആ സ്വരം. ഡെന്നിയുടെ തല താഴ്ന്നു. ഇരു കണ്ണിലും അമർത്തി ചുംബിച്ചു. ആ ചുണ്ടിൻ്റെ തണുപ്പ് അവളിൽ പ്രണയത്തിൻ്റെ പുതുവസന്തം തീർക്കും പോലെ. പാവമല്ല, പേടിയാവുക. ഉറക്കെ അവൻ ചിരിച്ചതും പെണ്ണ് വെട്ടി വിറച്ചുകൊണ്ട് ഡെന്നിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഭ്രാന്തൻ, പതിയെ പറഞ്ഞു. അവൻ്റെ ചെവി രണ്ടും കൂർത്തു. ചിരി പിടിച്ചു കിട്ടിയതുപോലെ നിന്നു. എന്താ പറഞ്ഞേ? അവനിൽ ആകാംക്ഷ. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അനി പറയൂ, ഇച്ചായൻ വഴക്കൊന്നും പറയില്ല, പ്ലീസ്. നിഷ കണ്ണുകൾ തുറന്നു. ദേഷ്യപ്പെടുവോ? ചുണ്ടുകൾ കൂർത്തു. ഇല്ല, സത്യം. വിളിക്ക്, കേൾക്കട്ടെ. ഭ്രാന്തൻ ആണോ? അങ്ങനെയാണോ എൻ്റെ ആനിക്കൊച്ചിന് തോന്നിയത്? അത് എന്തിനാ ഇതൊക്കെ എറിഞ്ഞുടച്ചേ? അവൻ റൂമാകെ കണ്ണോടിച്ചു. അവളെ മുറുകെ പിടിച്ചു. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് മറ്റൊരാൾക്കൊപ്പം ചേർന്ന് കാണുന്നത് ഡെന്നിക്ക് സഹിക്കാനാവില്ല. പണ്ട് മുതലേ അങ്ങനെ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും എനിക്ക് തന്നെ വേണം. കടുത്തു പോയിരുന്നു അവൻ്റെ വാക്കുകൾ. എന്തിനെയാ ഇഷ്ടം? പറയാം. അതിനു മുന്നേ ഒന്ന് ചോദിക്കട്ടെ? സത്യം മാത്രം പറയണം. പറയാം. ഈ ഹരി ആരാ? ഹരിയേട്ടനെയാണോ? അവളുടെ മുഖത്ത് സന്തോഷം. ഡെന്നി പല്ല് കടിച്ചമർത്തി. ഒരു കരിയേട്ടൻ? പല്ലിനിടയിൽ ഞെരിഞ്ഞമർന്നു. ഇന്ന് രാവിലെ ഇവിടെ വന്നവൻ. അത് കൃഷി ഓഫീസറാ, പാവാണ്. അതെനിക്ക് മനസ്സിലായി. നിന്റെ ആരാ അവൻ? അത് മാത്രം പറഞ്ഞാൽ മതി. നിഷ മൗനമായി നിന്നു. കണ്ണുകൾ ചുരുങ്ങി. നീയും അവനും തമ്മിലുള്ള ബന്ധം? കടുപ്പത്തിലുള്ള ചോദ്യം. ഹൃദയമൊന്ന് വിങ്ങിപ്പിടച്ചു. ആനി, നീ എൻ്റെയാ, എൻ്റെ മാത്രം. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ മഞ്ഞ് വാരി വിതറിയതുപോലെ ഹൃദയം തണുത്ത് വിറച്ചു. പെട്ടെന്ന് മാറി മറിയുന്ന അവൻ്റെ ഭാവങ്ങൾ. വീണ്ടും വീണ്ടും ആ പറഞ്ഞത് കേൾക്കാൻ ചെവി കൂർത്തു. ഈ കുഞ്ഞിപ്പെണ്ണിനെ ഡെന്നി മോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും സ്വന്തമാക്കും. നിന്റെ ഇഷ്ടമില്ലെങ്കിൽ കൂടി പറയാനീ. ഹൃദയം വല്ലാതെ വേദനിക്കുവാ. രാവിലെ മുതൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ബന്ധം? ഹരിയേട്ടനെയും അമ്മയെയും അച്ഛനെയും എനിക്കറിയാം, അത്ര തന്നെ, അല്ലാതെ ഒന്നുമില്ല. പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ കവിൾത്തടത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. നീ എന്നാൽ എനിക്ക് ഭ്രാന്ത. എൻ്റെ പ്രണയം താങ്ങാൻ ഈ കുഞ്ഞിപ്പെണ്ണിന് പറ്റുമോ? പോരുവോ എൻ്റെ ഒപ്പം? കണ്ണിൽ മാത്രം നോട്ടമുറപ്പിച്ച് അവൻ്റെ ലോലമായ സ്വരം. കർത്താവേ, ഞാൻ എന്താ ഇപ്പൊ പറയുക? ഇല്ലാന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ഭ്രാന്ത് കാണേണ്ടി വരും. ഈ മൗനം അത് സമ്മതമായി കാണാനാ എനിക്കിഷ്ടം. ചെവിക്കരികിൽ കാറ്റുപോലെ ആ നിശ്വാസം. അവളൊന്ന് പൊള്ളി പിടഞ്ഞു. എനിക്ക് പോകണം, വല്യമ്മച്ചി തിരക്കും. പോകാം, വാ. അവളെ ബെഡിലായിരുത്തി. കാല് ഡ്രസ്സ് ചെയ്ത് തരട്ടെ? വേണ്ട, ഞാൻ ചെയ്തോളാം. അവൻ ചെറുതായൊന്ന് ചിരിച്ചു. അത് പറ്റില്ല. മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നവനെ നോക്കിയിരുന്നു. കഴിഞ്ഞു. അവൾ എഴുന്നേറ്റു. കാല് നിലത്ത് കുത്തിയതും വേദനയോടെ എരിവ് വലിച്ചു. ബെഡിലേക്ക് തന്നെ ഇരുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഡ്രോയറിലേക്ക് വെച്ച് തിരിഞ്ഞ് നിഷയെ നോക്കി. വേദനയുണ്ടോ? ചെറുതായി. സ്റ്റെപ്പിപ്പോൾ എങ്ങനെ ഇറങ്ങും? മുഖം ചുളിഞ്ഞു. നിന്റെ ഭ്രാന്തനില്ലേ? ഉറക്കെ പറഞ്ഞ് ഇരു കൈയിലും വാരിയെടുത്തു. മുന്നിലേക്ക് നടന്നു. വേണ്ട, വല്യമ്മച്ചിയും ആൻറ്റിയും മേരിയമ്മയും എല്ലാവരും താഴെ ഇരിക്കുക. അവൾ ഊർന്ന് നിലത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. ആനി അടി മേടിക്കും, അറിയാലോ എൻ്റെ സ്വഭാവം. അനുസരണ വേണം. കടുപ്പത്തിലുള്ള ഭാവം. കണ്ണുകൾ മുറുകെ അടച്ച് ആ കൈക്കുള്ളിലെ പ്രണയച്ചൂടിലേക്ക് പതുങ്ങി. കർത്താവെ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ താഴെ ഇടാനാങ്ങണം തോന്നൂ. എന്നാ തീർന്നു. കാലും നടുവും പോയി കിട്ടും. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഞാൻ താഴത്തൊന്നും ഇടില്ല. ഈ പെണ്ണ് എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് നന്നായി അറിയാം. മുറുകെ അടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. ഒന്നും മനസ്സിൽ പോലും പറയാൻ പറ്റില്ലല്ലോ. ആ നിമിഷം കണ്ടുപിടിച്ചോളും.
ഭ്രാന്ത് പിടിച്ച ഡോക്ടർ. അതെയല്ലോ, കണ്ടുപിടിക്കും. ഈ ആനയുടെ ഉള്ളം മിടിക്കുന്നത് പുലമ്പുന്നത് എനിക്കിങ്ങ് കേൾക്കാം. സ്റ്റെപ്പുകൾ ഒന്നൊന്നായി ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റായി കയറി വരുന്ന ആളിനെ കണ്ട് ഡെന്നി നിന്നു. കണ്ണിൽ ഇത്ര നേരം കണ്ട ഭാവമല്ല. അവൾ സംശയത്തോടെ തല ചരിച്ച് താഴേക്ക് നോക്കി. എഡ്വിൻ ചുണ്ടുകൾ പിറുപിറുത്തു. ഡെന്നിച്ച, പതിയെയുള്ള വിളി അവൻ്റെ ഹൃദയഭിത്തിക്കുള്ളിലേക്ക് പാഞ്ഞ് കയറിയ നിമിഷം. എന്താടാ? ഒന്നുമില്ല, നിന്നെ ആർക്കും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. താഴേക്കിറങ്ങി എഡ്വിന് അരികിൽ വന്ന് നിന്നു. മിന്നു വാങ്ങി വെച്ച് കിഴക്കോട്ട് നോക്കിയിരുന്നു. ആരേലും വരും. വന്നില്ലേൽ പറ, നിനക്ക് പറ്റിയ ഒരെണ്ണത്തിനെ ഞാൻ നോക്കാം. കിട്ടുമോന്നറിയില്ല. എടാ, ഒന്ന് കയറി പോടാ. ആണാണേൽ നേർക്ക് നേർ നിൽക്കണം. ഗുണ്ടകളെ ഇറക്കി ഡെന്നിയെ പഞ്ഞിക്കിടാൻ നിനക്കും പറ്റില്ല, നിന്റെ അങ്കിളിനും പറ്റില്ല. ഇത് ഐറ്റം വേറെയാ. എഡ്വിൻ നിഷയുടെ മുഖത്തേക്ക് നോക്കി. കാറ്റ് പോലെ മേലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി. അവൻ അടിക്കാൻ ആളെ വിട്ടോ? പക്ഷേ നീ എന്നെ കണ്ടു പേടിച്ചില്ലേ? അതുപോലെ അവരും വന്ന വഴിയെ ഓടി. അവളുടെ അതരങ്ങൾ വിടരുമ്പോൾ കവിൾത്തടത്തിലെ നുണക്കുഴിയുടെ ആഴം കൂടി. ആനി ആദ്യമായി കാണും പോലെ ആ ഗർത്തത്തിലേക്ക് മിഴികൾ ഊന്നി. സോ ക്യൂട്ട്. ഈ നുണക്കുഴി ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ. അല്ല, എന്താ ഇപ്പോൾ വിളിച്ചേ? അവളുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. അതും കേട്ടോ? കേട്ടു. ഒന്നുകൂടി വിളിക്ക്. ഈ വിളി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. പക്ഷേ ഞാൻ തടഞ്ഞു. ഇന്ന് ആ വിളി നിന്നിൽ നിന്നും കേൾക്കാൻ ഒരു മോഹം. വൺസ് മോർ പ്ലീസ്. അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. അതെന്താ? താഴെ നിർത്തോ? എന്നാ വിളിക്കാം. കുറുമ്പോടെ കൂർത്തു വരുന്ന ചുണ്ടുകൾ. ഇല്ല, നിർത്തില്ല. നീ വിളിക്കണ്ട. പക്ഷെ വിളിക്കും, പ്രണയത്തോടെ ഉടനെ തന്നെ. വരുന്നുണ്ട്. ഇതാണപ്പോൾ നിന്റെ ഭ്രാന്തിൻ്റെ മരുന്ന്. സെറ്റിയിലിരുന്ന് മേലേക്ക് നോക്കിയ വല്യമ്മച്ചിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷം. എൻ്റെ കർത്താവേ, ഇവനെയാണോ നീ എൻ്റെ കൊച്ചിന് വേണ്ടി കാത്തുവെച്ചത്? നന്ദിയുണ്ട് തമ്പുരാനെ. അമ്മച്ചിയുടെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് ഓടി നടന്നു. ത്രേസ്യാമോ, തുടങ്ങിക്കോ. അയ്യോ, എന്നതാടാ മക്കളെ, എൻ്റെ കൊച്ചിന് എന്നാ പറ്റി? അമ്മച്ചി ഉറക്കെ നിലവിളിച്ചു. അടുക്കളയിൽ നിന്നും നീരജയും മേരിക്കുട്ടിയും മറിയാമ്മയും ഓടി വന്നു. എടി ജാസ്മി, അവൻ നിഷയെ തീർത്തുന്നാ തോന്നുന്നത്. ഇരുപ്പത് കിട്ടിക്കാണും. നമുക്ക് പോയി കാണാം, വാ. നാൻസി തുള്ളി ചാടിക്കൊണ്ട് എഴുന്നേറ്റു. ആൻറ്റിയെ വിളിക്കണ്ടേ നാൻസി? ഏയ് വേണ്ട, മമ്മ ഉറങ്ങുക. വിളിച്ച് എഴുന്നേൽപ്പിച്ച് വരുമ്പോഴേക്കും സീനെല്ലാം കഴിയും. രണ്ടും സന്തോഷത്തോടെ ഹാളിലേക്ക് വന്നു. മുന്നിൽ കാണുന്ന കാഴ്ച ജാസ്മിൻ്റെ കണ്ണുകൾ കനൽ പോലെ കത്തി. അയ്യോ, മോൾക്ക് എന്ത് പറ്റി ഡെന്നി? നീരജ സ്റ്റെപ്പിന് നേർക്ക് വെപ്രാളത്തിൽ നടന്നു. ഏയ് ഒന്നുമില്ലമ്മ. അവൻ താഴേക്ക് വന്ന് നിഷയെ സെറ്റിയിലായിരുത്തി. കാല് എന്ത് പറ്റി മോളെ? മേരിക്കുട്ടിയുടെ നെഞ്ചം ഒന്ന് പിടച്ചു. വയറ്റിൽ തീ കത്തി പിടിക്കും പോലെ. ശരീരത്തിൽ എവിടേക്കോ ഒരു വേദന. അവൾക്ക് അരികിലായി നിലത്തിരുന്നു. കണ്ണുകൾ നിറയുന്നുണ്ട്. കരയാൻ വേണ്ടി ഒന്നുമില്ല മേരിയമ്മ. ഒരു ഗ്ലാസ് പീസ് കാലിൽ കുത്തി. ഡോക്ടർ മരുന്ന് വെച്ച് തന്നു. കൊഞ്ചലോടെ പതിയെ പറഞ്ഞ് അവനെ നോക്കി. ചെക്കൻ കണ്ണ് കൂർപ്പിച്ച് പിടിച്ച് നിൽക്കുവാണ്. വീണ്ടും ഡോക്ടർ അല്ലേടി? നിന്നെ എൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടും, നോക്കിക്കോ. ചുണ്ടിനടിയിലിട്ട് അവൻ പറയുമ്പോൾ അറിയാതെ അവളിലും പ്രണയത്തിൻ്റെ വാഗപ്പൂക്കൾ പൂത്തു. അവയുടെ സുഗന്ധം ഓരോ കോശങ്ങളെയും ഒന്നാകെ പൊതിയാൻ തുടങ്ങിയിരുന്നു. ഡെന്നി തിരിഞ്ഞു നടക്കുമ്പോൾ നീരജ വിളിച്ചു. എന്താ അമ്മ? നിന്റെ ഡ്രസ്സുകൾ മടക്കി വയ്ക്കാൻ വന്ന കുട്ടിയാ. എങ്ങനെയാ ആ റൂമിൽ ഗ്ലാസ് പീസ് വന്നത്? ഗൗരവത്തിലുള്ള ചോദ്യം. എല്ലാവരും ഡെന്നിയുടെ മറുപടിക്കായി ആ മുഖത്തേക്ക് നോക്കി നിന്നു. അതാൻറ്റി, എൻ്റെ കൈ തട്ടി ടേബിളിലിരുന്ന ജഗ് നിലത്ത് വീണ് പൊട്ടി. അങ്ങനെ പറ്റിയതാ. പെട്ടെന്ന് നിഷ പറയുമ്പോൾ അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി. എൻ്റെ പൊന്ന് പെണ്ണെ, അമ്മ നിന്നെ വിശ്വസിക്കില്ല. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാ. തലമുടിയെ ഒതുക്കി വെച്ച് സ്റ്റെപ്പുകൾ കയറുമ്പോൾ പ്രണയത്തോടെ തലചരിച്ച് അവളെ നോക്കി. ലവ് യു എൻ്റെ ആനി. കണ്ണുകൾ ചിമ്മി അടച്ചു. ആഗ്രഹിച്ചതെന്തോ അവനിൽ നിന്ന് കിട്ടിയതുപോലെ. വല്യമ്മച്ചി നിഷയ്ക്ക് അരികിലിരുന്നു. കൊള്ളാം, ഭ്രാന്തന് പറ്റിയ മൂക്കുകയർ. അവള് പൊട്ടിച്ചു പോലും. കള്ളി. ത്രേസ്യാമ്മയുടെ ഹൃദയം ശബ്ദമില്ലാതെ പുലമ്പി. നല്ല വേദനയുണ്ടോ മോളെ? ഹോസ്പിറ്റലിൽ പോകാം. ഏയ് വേണ്ട ആൻറ്റി, ചെറിയൊരു വേദനയുണ്ട്, അത് നാളെ മാറും.
എന്നാ മോളൊന്ന് കിടക്ക്. നീരജയും മേരിക്കുട്ടിയും ഇരുവശത്തായി നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. റൂമിന് നേർക്ക് നടന്നു. ഇനി 2 ദിവസത്തേക്ക് അടുക്കളയിലേക്കൊന്നും കാണരുത് നിന്നെ. ഞാൻ വരൂ ആൻറ്റി, അടുക്കളയിൽ കയറാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കുറുമ്പോടെ നീരജയെ നോക്കി ചിണുങ്ങി. അച്ചായ, നമ്മുടെ കൊച്ച് ഭാഗ്യം ചെയ്തവളാ. വാത്സല്യമുള്ള ഒരമ്മയും സ്നേഹം ഭ്രാന്തായി മാറിയ പാതിയും. ഇപ്പോൾ സന്തോഷമായില്ലേ? വല്യമ്മച്ചി സെറ്റിയിൽ ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. എടി നാൻസി, ഡെന്നി അവളെ കയ്യിൽ എടുത്തു നിന്നത് നീ കണ്ടോ? ആ ശവത്തിനോട് മാത്രം എന്താ എല്ലാവർക്കും ഇത്ര സ്നേഹം? ജാസ്മിൻ ദേഷ്യത്തോടെ ചുവരിൽ ആഞ്ഞിടിച്ചു. മമ്മ ഒന്ന് എഴുന്നേറ്റോട്ടെ. നിഷയ്ക്കുള്ള പണി ഇന്ന് തന്നെ വെക്കണം. അവൾ അങ്ങനെ കാലും വെച്ച് റെസ്റ്റ് എടുക്കണ്ട. വേദനയാൽ ആ പെണ്ണ് കരയണം. ഞാൻ അവൻ്റെ റൂമിൽ കയറിയതിന് എന്നെ ആട്ടിയിറക്കി. ഇന്ന് അവൾ കയറിയതിന് ഒരു കുഴപ്പമില്ല. ഇതിൽ എന്തോ ഒന്നില്ലേ? നാൻസിയുടെ മുഖം ഇരുണ്ടു. അങ്ങനെ എന്തേലും ഉണ്ടേൽ നിഷ തീർന്നു. എൻ്റെ ഇച്ചായൻ്റെ തനി സ്വരൂപം അവളും ഡെന്നിയും കാണും.